ഗൈസ്, അപ്പോൾ നമ്മൾ തൃച്ചിയിലാണ്. തൃച്ചിയിൽ നമ്മൾ തൃച്ചി ബേഡ്സ് പാർക്കിൽ പോവുകയാണ്. തൃച്ചി ബേഡ്സ് പാർക്ക് വരുന്നത് തൃച്ചിയിൽ നിന്ന് കരൂർക്ക് പോകുന്ന ബൈപ്പാസിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് തൃച്ചി ബേഡ്സ് പാർക്ക്. തൃച്ചിയിൽ വന്നേക്കണ ഏറ്റവും പുതിയ ഒരു സംഭവമാണ് തൃച്ചി ബേഡ്സ് പാർക്ക്. അവർ അവകാശപ്പെടുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബേഡ്സ് പാർക്ക് എന്നാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വശം. ഈ കാണുന്നതാണ് നമ്മുടെ തൃച്ചി ബേഡ്സ് പാർക്കിൻ്റെ മുൻവശം. ഇതിനു മുമ്പിൽ തന്നെ നമുക്ക് കാറുകളും ബൈക്കുകളും സ്കൂട്ടറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്കിത് ഈ കാണുന്ന ഒരു എൻട്രൻസിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വളരെ മനോഹരമായിട്ട് മറ്റേ ക്ലാഡിങ് സ്റ്റോണുകൾ വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 200 രൂപയാണ് ഒരു ഇൻഡിവിജ്വലിന് ടിക്കറ്റ് കൗണ്ടർ എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ടിക്കറ്റ് വരുന്നത്. ഈ ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കാരണം അവസാനത്തെ ഐവറി കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ലേഡി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരു തീറ്റ തന്നു, ഒരു പുല്ലാണ് തന്നത്. അപ്പോൾ അത് തൃച്ചി ബേഡ്സ് പാർക്കിൻ്റെ മുമ്പിൽ ഇത് ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിന് മുമ്പിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാറുണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒട്ടകപ്പക്ഷിയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്താണ് ഒട്ടകപ്പക്ഷി ഉള്ളത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൃച്ചി ബേഡ്സ് പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ലാൻഡ്സ്കേപ്പിനെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തതുകൊണ്ടാണ്. തമിഴ് സാഹിത്യത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള ആ ഒരു ഗ്രീനിഷും ആ പർവ്വതങ്ങളും സീഷോറുകളും അതുപോലെ തന്നെ കാടുകളും പാറകളും ഒക്കെ അവിടെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ബേഡ്സ് പാർക്കിൻ്റെ ലാൻഡ്സ്കേപ്പ് അവർ നിർമ്മിച്ചേക്കണം. നമുക്ക് ആ സ്ത്രീ തന്ന ആ ഒരു തീറ്റ, ആ ഒരു പുല്ല് ഈ ഒട്ടകപ്പക്ഷിക്ക് കൊടുക്കാനുള്ളതാണ്. ഈ ഒട്ടകപ്പക്ഷിക്ക് നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബേഡ്സ് പാർക്കിൻ്റെ കാഴ്ചകളിലേക്ക് ആരംഭിക്കുക. അപ്പോൾ എനിക്ക് തന്ന ഒരു 2 പുല്ലുണ്ടായിരുന്നു. അത് 2 ഞാൻ ഈ ഒരു ഒട്ടകപ്പക്ഷികൾക്ക് കൊടുത്തു. ഇവിടെ 3 ഒട്ടകപ്പക്ഷിയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഒരാളവിടെ കിടക്കുകയാണ്, ബാക്കി 2 പേര് ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ കഴുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു വരും. ഇതിനടുത്തായിട്ട് തന്നെ കണ്ടത് ഈ ഒട്ടകപ്പക്ഷിയുടെ അല്ലെങ്കിൽ ഡൈനോസറുകളുടെ ഒക്കെ പോലത്തെ ഒരു വലിയൊരു മുട്ട. ഈ മുട്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. വളരെ രസകരമാണ് കാണാനായിട്ട്. ഇത് അടുത്ത കേജാണ്. ഇതിനുള്ളിലും 3 ഒട്ടകപ്പക്ഷിയുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞാൻ ഉച്ച സമയത്താണ് ചെല്ലുന്നത്. ഉച്ച സമയത്ത് ചെല്ലുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ചെറിയ തീറ്റ കൊടുത്തിട്ട് തീറ്റ കഴിക്കുകയായിരുന്നു. ഇത് കണ്ട ഈ ഒരു ബേഡ്സ് പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലായിടത്തും തണൽ കിട്ടാവുന്ന തരത്തിൽ പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ട്രീകളും അതുപോലെ തന്നെ തണൽ കിട്ടാവുന്ന സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഒട്ടകപ്പക്ഷികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് ഫാൻസി പീജിയനുകൾ കാണാനായിട്ടാണ്. 40 വെറൈറ്റികളോളം വിദേശ ഇനങ്ങളും സ്വദേശ ഇനങ്ങളുമായിട്ടുള്ള ഫാൻസി പീജിയൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കേജുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം തന്നെ മെഷ് അടിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ലെവലിലും അതുപോലെ തന്നെ നേച്ചറിൻ്റെ കാറ്റും സൂര്യപ്രകാശവും അതുപോലെ തന്നെ വായുവൊക്കെ അകത്ത് ലഭിക്കുന്ന ലെവലിലും നന്നായിട്ട് മെഷ് ചെയ്തിട്ടാണ് ഓരോ കേജും ഉണ്ടാക്കിയിരിക്കുന്നത്. ആവശ്യത്തിനനുസരണം തീറ്റ, അതുപോലെ തന്നെ പരിചരണം, ഇഷ്ടംപോലെ തൊഴിലാളികൾ, ഇഷ്ടംപോലെ പരിചാരകർ അല്ലെങ്കിൽ ഇഷ്ടംപോലെ വർക്കേഴ്സ് അവിടെ ഉണ്ട് ഇതിനൊക്കെ പരിചരിക്കാനായിട്ട്. കാരണം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ, ഇത്തരത്തിലുള്ള ബ്രീഡ്സൊക്കെ ആകുമ്പോൾ, ഇത്തരത്തിലുള്ള ബേഡ്സൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് പരിചരിച്ചില്ലെങ്കിൽ അത് ചത്തുപോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വളരെ കെയർ ചെയ്തിട്ടാണ് അവരതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അടിയിലൊക്കെ മെഷ് ഇട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ കാഷ്ടമൊക്കെ അടിയിൽ വീഴുകയും ആ കാഷ്ടം തന്നെ ചിലപ്പോൾ ഇവിടുത്തെ ട്രീകൾക്കും അതുപോലെ ചെടികൾക്കൊക്കെ വളമായിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള വിദേശ ഇനങ്ങളും വളരെ വെറൈറ്റി ആയിട്ടുള്ളതും വളരെ രസകരമായിട്ടുള്ളതും ഭീകരമായിട്ടുള്ളതുമായിട്ടുള്ള പക്ഷികളൊക്കെ ഈ ഒരു കൂട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പക്ഷിനെയും പ്രത്യേകിച്ച് അതിൻ്റെ പേരുൾപ്പെടെ എടുക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ കുറേയൊക്കെ എനിക്ക് കിട്ടി, കുറേയൊക്കെ എനിക്ക് കിട്ടിയില്ല. എൻ്റെ മനസ്സ് ആ സമയത്തൊക്കെ മറന്നു പോകും. ഇതുങ്ങളെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. ഇതാണ് ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്. തണൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് മുള കൊണ്ടുള്ള ഒരു സംഭവം ഇവിടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കേജിനും തണൽ കിട്ടുന്നുണ്ട്, നടന്നു വരുന്ന സന്ദർശകർക്കും തണൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ തൃച്ചിയിലേക്ക് വരുമ്പോൾ നമുക്ക്
നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം കാഴ്ചകളുണ്ട്. ഒന്ന് തൃശ്ശി റോക്ക് ഫോർട്ട്, കല്ലണ ഡാം, അതുപോലെ തന്നെ അവിടെ പോകാൻ പറ്റിയ മറ്റ് സ്ഥലങ്ങൾ. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് പുതിയൊരു സ്ഥലമായിട്ടുള്ള ഈ ഒരു തൃശ്ശി ബേർഡ്സ് പാർക്ക്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കാണാവുന്ന സ്ഥലങ്ങൾ ടെമ്പിളുകളാണ്, ക്ഷേത്രങ്ങൾ, പല തരത്തിലുള്ള ക്ഷേത്രങ്ങൾ, പല വിധത്തിലുള്ള പല പണികളോട് കൊത്തുപണികളോട് കൂടിയേക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് നമുക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ വിനോദത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമാണ് തൃശ്ശിയിലുള്ളൂ. കല്ലണ ഡാം ഒന്നാണ്, 2 ശ്രീരംഗം പോകുമ്പോഴുള്ള ഒരു എന്താണ് പുഴയോരമൊക്കെ ഒന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശി ബേർഡ്സ് പാർക്ക് മറ്റൊരു ഹൈലൈറ്റ് ആവും തൃശ്ശിയുടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിനോദത്തിനും സഞ്ചാരത്തിനൊക്കെ പോകാൻ പറ്റുന്ന ഒരുപാട് പാർക്കുകൾ ഉണ്ടെങ്കിലും ഈ എക്സോട്ടിക് ആയിട്ടുള്ള പക്ഷികളും മീനുകളും അതുപോലെ തന്നെ മുയലുകളും താറാവുകളും കോഴികളും ബേർഡ്സൊക്കെ ഉള്ള ഒരു പാർക്ക് നമുക്ക് തൃശ്ശിയിലില്ല. അപ്പോൾ തീർച്ചയായും ഈ തൃശ്ശി ബേർഡ്സ് പാർക്ക് ഇനി വരാൻ പോണ തൃശ്ശിയുടെ ഒരു വലിയൊരു ഹൈലൈറ്റാണ്. ഏകദേശം 6 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ബേർഡ്സ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് തോന്നിയത് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇതിൻ്റെ പേര് പോലും പഠിക്കാൻ പറ്റുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ബേർഡ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ. ഇനി നമ്മൾ കാണാൻ കിടക്കുന്നത് മുയലുകളാണ്. മുയലുകളുണ്ട്, താറാവുകളുണ്ട്, അതുപോലെ മീനുണ്ട്. വീണ്ടും നമ്മൾ എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ പുഷ്പാലങ്കൃതമായിട്ടുള്ളൊരു ക്ലോക്ക് ഉണ്ട്. അതുപോലെ എല്ലാ കേജൊക്കെ വളരെ രസകരമായിട്ടാണ് അവിടെ റെഡിയാക്കിയേക്കണത്. അതുപോലെ തന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെറൈറ്റി ബേർഡ്സ്, കോഴികൾ, താറാവുകൾ ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു ബേർഡ്സ് പാർക്ക്. ഞാൻ ചെല്ലുമ്പോൾ ഒരു ഉച്ച സമയത്താണ് ഞാൻ ചെല്ലുന്നത്, 2:30 മണിക്ക് ശേഷമാണ് ഞാൻ ചെല്ലുന്നത്. പിന്നെ ഇതിൻ്റെ ടൈമിങ് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. രാവിലെ 9 തൊട്ടിട്ട് 5 മണി വരെയാണ് നമുക്കിവിടെ സന്ദർശനമുള്ളൂ. നൈറ്റ് ടൈമിൽ ഇവിടെ അലൗഡ് അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മിനി റെസ്റ്റോറൻറ്റ്, മിനി കഫേ ഉണ്ട്. ഞാൻ അവിടെ നിന്നൊരു ഒരു ഗോലി സോഡ കുടിച്ചായിരുന്നു. അപ്പോൾ പുറത്ത് എത്രയാണ് ഗോലി സോഡൊക്കെ എന്നറിയില്ല. ഇവിടെ ഉള്ളിൽ നിന്ന് കുടിച്ചപ്പോൾ 30 രൂപയാണ് ഗോലി സോഡൊക്കെ അവർ മേടിച്ചത്. നമ്മൾ സാധാരണ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ 30 രൂപയാണ് പുറത്തുനിന്ന് മേടിക്കാറ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പക്ഷിക്കൂടും കൂടി ഉണ്ട്. ഐവറി എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു പക്ഷിക്കൂടും കൂടി ഉണ്ട്. ആ പക്ഷിക്കൂട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പ്ലേ ഗെയിം സോണുകളുണ്ട്. ഡിജിറ്റൽ ഗെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മസാജിങ് സെൻ്റർ ഉണ്ട്. അതുപോലെ ഫിഷിൻ്റെ പരിപാടികളുണ്ട്. അതുപോലെ അവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. കൂൾ വാട്ടർ കുടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടേബിൾ ടെന്നീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ഭാഗവും കൂടി ഈ ഒരു പാർക്കിൻ്റെ അവസാന ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോഴികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി കോഴികളാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഈ കാണുന്നത്, നമ്മുടെ നാടൻ കോഴികളെയൊക്കെയാണ്. പക്ഷേ അത്തരത്തിൽ ഈ ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും USA നിന്നും അതുപോലെ ടർക്കിയിൽ നിന്ന് വരെയുള്ള വെറൈറ്റി കോഴികളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് രസകരമായിട്ടാണ് കോഴികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു തൃശ്ശി ബേർഡ്സ് പാർക്കിൽ ഇതിനെയൊക്കെ കെയർ ചെയ്യാന്ന് വെച്ചാൽ അത്രയ്ക്കും എഫേർട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് പറ്റിയൊരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിനെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയും കൂടിയാണ് ഇത്തരത്തിലുള്ള ബേർഡ്സ് പാർക്കുകളൊക്കെ വരാൻ നേരത്ത്. ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു 250-300 പേർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് ജോലി കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി, അതുപോലെ ഇതിനെ കെയർ ചെയ്യുന്ന ആൾക്കാർ, ഇതിൻ്റെ ഗാർഡൻ നോക്കുന്ന ആൾക്കാർ, റെസ്റ്റോറൻറ്റ് നോക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഗെയിം സോൺ നോക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 250 പേർക്ക് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തമിഴ്നാടിൻ്റെ ലാൻഡ്സ്കേപ്പിനെ വളരെ മനോഹരമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ തൃശ്ശി ബേർഡ്സ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താറാവുകളാണ്. താറാവുകൾക്കൊക്കെ വലിയൊരു ഏരിയ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് പോയി വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി താറാവുകളുണ്ട്. തലയിൽ മുടിയുള്ളത്, മുടിയില്ലാത്തത്, നീളമുള്ളത്,
അതുപോലെ കഴുത്ത് നീണ്ടത്, ലോങ് ഫേസ് ആയിട്ടുള്ളത്, ഷോർട്ട് ഫേസ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് താറാവുകൾ, വെറൈറ്റി ഓഫ് താറാവുകളെ നമുക്ക് ഈ ഒരു തൃച്ചി ബേഡ്സ് പാർക്കിലേക്ക് കാണാം. അതുപോലെ തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ താറാവുകളുടെ കൂട്ടിലും ഒരു ചെറിയ കുളം, അതുങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ടും ഇറങ്ങി നീന്താനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ചെറിയ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ കേജുകളുടെ ആകൃതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മോൾവശം മുമ്പോട്ട് ചാടിച്ച് താഴത്തെ വശം പുറകോട്ട് തള്ളി നിർത്തിയിട്ടുള്ള കേജുകളാണ്. അതുപോലെ പോൾട്രി എന്ന് പറയുമ്പോൾ ശരിക്കും മണ്ണ് ഈ കോഴികൾക്കൊക്കെ നടക്കുമ്പോൾ മണ്ണ് വേണം. അപ്പോൾ ആ മണ്ണ് കിട്ടുന്ന ലെവലിൽ താഴത്തേക്ക് ഇറക്കിയാണ് പണിതിരിക്കുന്നത്. സാധാരണ നമ്മൾ മറ്റേ പ്രാവുകളുടെയൊക്കെ അടിയിൽ മെഷാണ് ഇട്ടേക്കണമെങ്കിൽ കോഴികളുടെ കൂടിൻ്റെ അടിയിലൊക്കെ മണലാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ കെയർ ചെയ്തിട്ടൊക്കെ തന്നെയാണ് അവർ ഈ ഒരു ബേഡ്സ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കോഴികളെ കണ്ടാൽ തന്നെ അറിയാം, വാലുകളൊക്കെ നന്നായിട്ട് നീണ്ട് നമ്മുടെ അടുത്തോട്ടൊക്കെ യാതൊരു പേടിയില്ലാണ്ട് അത് വന്ന് ക്യാമറേനെയൊക്കെ സൂക്ഷിച്ച് നോക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും 2-3 വെറൈറ്റി, 4 വെറൈറ്റി അല്ലെങ്കിൽ 4 ജോഡികൾ, വെറൈറ്റി അല്ല ജോഡികൾ ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫിഷാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഒരു ഫിഷ് ടാങ്കുകളുടെ ഒരു ലോകമാണ്. AC ഹാളാണിത്. ഇതിനുള്ളിലേക്ക് നമ്മൾ പുഷ് ചെയ്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് അക്വേറിയംസ്, ഒരു ഡാർക്ക് റൂമാണിത്. ഈ ഡാർക്ക് റൂമിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി ഓഫ് അക്വേറിയംസ് ഉണ്ട്. അതിനുള്ളിൽ തന്നെ വെറൈറ്റി ഓഫ് ഫിഷസ്, ഭയങ്കര രസകരമായിട്ടുള്ള ചെറിയ എന്താണ് തരികൾ പോലെയുള്ള ഫിഷുകൾ തുടങ്ങി വലിയ വലിയ ഫിഷുകൾ വരെ ഈ ഒരു അക്വേറിയത്തിലുണ്ട്. ഇത് ക്യാരി ഫിഷ് എന്ന് പറഞ്ഞ ഒരു ഫിഷാണ്. അത് വളരെ രസകരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു കൊഞ്ച്, ഞങ്ങൾ മലയാളത്തിലൊക്കെ കൊഞ്ച് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഷ്. അതുപോലെ തന്നെ അത് ഒരുക്കിയിരിക്കുന്നത് വളരെ ഡാർക്കായിട്ടുള്ള ഒരു പ്രതലത്തിൽ ലൈറ്റ് ഇട്ടേക്കാണ്. ഭയങ്കര രസകരമാണ് അത് കാണാൻ തന്നെ. ആ ഫിഷിനെയൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസകരമാണ്. അതുപോലെ നമുക്ക് സെൽഫി എടുക്കാനായിട്ടൊക്കെ പറ്റും. ഇതിൻ്റെ മുമ്പിലേക്ക് നിന്നിട്ട് സെൽഫി എടുക്കാനായിട്ടൊക്കെ പറ്റും. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികളും നമ്മളാരും ഇത്തരത്തിലുള്ള ജന്തുക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പീഷീസിന് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസമാണ്. നോക്കിയാൽ ഇത്രയും ഫിഷ് വെറൈറ്റി കളറിൽ പല കളറിലുള്ള ഇത്രയും ഫിഷുകളെയൊക്കെ ഒരുമിച്ച് കാണാൻ തന്നെ പറ്റുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. നോക്കി അക്വേറിയത്തിൻ്റെ ഒരു അക്വേറിയത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നിർമ്മിച്ചേക്കണതൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ടാണ്. അതുപോലെ അതിൻ്റെ പുറകിലുള്ള ആ ഒരു റോക്കിൻ്റെ പാറകളുടെയൊക്കെ രീതിയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കൂളുള്ളൊരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കണം. അതുപോലെ വെള്ളത്തിൽ ഫിൽട്ടർ കാര്യങ്ങൾ, തീറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ തൃശ്ശിയിൽ വരുമ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ ഇതിൻ്റെ പണി നടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇതും കൂടി ഒന്ന് കാണണം. തൃശ്ശിയിൽ വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ, വിനോദത്തിന് പറ്റിയ പാർക്കുകളോ അല്ലെങ്കിൽ സൂവോ അല്ലെങ്കിൽ മാളുകളൊക്കെ കുറവാണെന്നുള്ളൊരു പരാതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്നോണം ഇപ്പോഴാണ് തൃശ്ശി ബേഡ്സ് പാർക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇനി മക്കളെയൊക്കെ കൊണ്ടുപോയി കാണിക്കണം. ഇപ്പം ഞാൻ മാത്രമാണ് വന്നിട്ടുള്ളൂ, പ്രിയ പോലും വന്നിട്ടില്ല. അപ്പോൾ ഇനി പ്രിയനെയും എഡുവിനെയും ഇടിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ഭയങ്കര രസകരമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫിഷ് കണ്ടുകൊണ്ടിരിക്കണം. വെറൈറ്റി ഓഫ് ഫിഷ് ഇതുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ. ഒരുപാട് ഫിഷ് ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ചെറിയ മത്സ്യങ്ങളോടെ ഇനി നമ്മൾ വലിയ മത്സ്യങ്ങളും കൂടി കാണാനുണ്ട്. അതുപോലെ കോയി ഫിഷിൻ്റെ വലിയൊരു ശേഖരമുണ്ട്. അത് നമുക്കിനി കാണണം. അതൊക്കെ ഭയങ്കര രസകരമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് ഏറ്റവും അവസാനമാണ്. അതായത് ഇപ്പോൾ ഞാൻ മലേഷ്യയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ഈ കയ്യിൽ പക്ഷികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എക്സോട്ടിക് ആയിട്ടുള്ള വിദേശീന പക്ഷികളെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോസും പിക്ചറുകളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അന്നോടെ എൻ്റെ ഒരു ആഗ്രഹമാണ്
ഇത്തരത്തിലുള്ള ഒരു ബേഡ്സ് പാർക്കിലൊക്കെ പോയിട്ട് ഈ ബേഡ്സിനെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ കയ്യിലെടുത്ത് നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഈ മലേഷ്യയിലൊക്കെ കാണുന്ന പോലെയല്ല, അതിനേക്കാളും വളരെ കുറവായിട്ടുള്ള രീതിയിൽ ഇവിടെ അതുണ്ട്. അതും ഏറ്റവും ലാസ്റ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കാരണം അവസാനത്തെ പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് കാണിക്കണം. ഇനി നമ്മൾ കാണാൻ പോണത് മുയലുകളാണ്. അപ്പോൾ വെറൈറ്റി ഓഫ് മുയലുകൾ, റാബിറ്റ്സുകൾ ഇവിടെ ഉണ്ട്. നീളം കൂടിയതും നീളം കുറഞ്ഞതും ആയിട്ടുള്ള റാബിറ്റ്സ്. അതിനൊരു വലിയൊരു ഏരിയയിൽ അവർ തുറന്നു വിട്ടിട്ടുണ്ട്. അതിനുള്ള തീറ്റ കൊടുത്തേക്കണം. ഉച്ച സമയമാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഉച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തീറ്റ കൊടുത്തേക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ വലിയ മരങ്ങളുണ്ട്, ആർട്ടിഫിഷ്യൽ തണലുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനടിയിലൊക്കെ വളരെ സുരക്ഷിതമായിട്ട് ഈ റാബിറ്റ്സുകൾ തങ്ങിയാണ്. ഇനി നമ്മൾ കാണാൻ പോണത് ഒരു കോയി ഫിഷിൻ്റെ ഒരു സ്ഥലമാണ്. ഒരു വലിയൊരു ഗ്ലാസിൻ്റെ ഒരു ടാങ്കാണ്. ആ ടാങ്കിൻ്റെ ഉള്ളിൽ നിറയെ കോയി ഫിഷാണ്. കണ്ട ദൂരം കോയി ഫിഷാണ് നോക്കിയത്. നമുക്ക് മുകളിൽ കൂടിയും കാണാം, താഴത്തേ കൂടിയും കാണാം. കണ്ടത് ഈ മുകളിൽ കൂടി കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കോയി ഫിഷ് മുകളിലേക്ക് എന്ത് അട്രാക്ഷൻ കണ്ടാലും അതിങ്ങനെ പൊന്തി വരും. അത് കൂട്ടത്തോടെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അപാരമായിട്ടുള്ള ഭംഗിയാണ്. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വളരെ രസകരമാണ്. ഇനി അടിയിലേക്ക് പോകാൻ നേരത്ത് ഇനി പൊക്കില്ലാത്ത കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇട്ടിട്ട് അക്വേറിയം പോലെ കാണിച്ചിട്ടുണ്ട്. കോയി ഫിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പല നാടുകളിലും ഭാഗ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വളർത്താറുള്ള ഫിഷുകളാണ്. അതിൽ തന്നെ വെറൈറ്റി, ഒറിജിനൽ കോയി ഫിഷ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കോയി ഫിഷ് ഉണ്ട്, അങ്ങനെ വെറൈറ്റികളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മേടിക്കണം. നമുക്ക് നമ്മുടെ പെരുമ്പാവൂർ ഭാഗത്ത് വലിയ ഒരു ഹാച്ചറികളുണ്ട്. ഈ ഫിഷൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഫിഷൊക്കെ ഇതേപോലത്തെ ഫിഷ് മേടിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. വളർത്തു മത്സ്യങ്ങളും അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവരാണെങ്കിൽ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിനി കഫേ. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻസൊക്കെ റെഡിയായി വരുന്നുള്ളൂ. ഇപ്പം ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നതുകൊണ്ട് അത്ര വലിയ ഒരു ആയിട്ടില്ല. ഇതാണ് ഞാൻ കുടിച്ച സോഡ, അതിനാണ് 30 രൂപയത്. ഇവിടെ ഇരുന്നിട്ടൊക്കെ നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാം. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കയറാൻ വേണം. ഹാച്ചറി പോലത്തെ, അതായത് മുട്ട, ഈ കാണിച്ചിരിക്കുന്ന മുട്ട ഒരു ആർട്ടിഫിഷ്യൽ മുട്ടയാണ്. അത് ഇൻക്യുബേറ്ററാണ്. അത് ഒരു എന്താണ് സിലിണ്ട്രിക്കൽ ടൈപ്പുള്ള ഇൻക്യുബേറ്റർ. ഈ ഇൻക്യുബേറ്ററിൽ കുറച്ചധികം മുട്ടകളുണ്ട്. അതുപോലെ തന്നെ നീളത്തിലുള്ള മറ്റൊരു ഇൻക്യുബേറ്റർ. അപ്പോൾ ഈ ഇൻക്യുബേറ്ററിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ അവർ ഇവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇത് ഹാച്ചർ, ഇവിടെയാണ് ഹാച്ച് ചെയ്യപ്പെടുന്നുണ്ടത്. ഒരു മുട്ട മാത്രമേ ഉള്ളൂ. ഇനിയപ്പോൾ അടുത്തതിലേക്ക് പോയാൽ ന്യൂ ബോൺ ചിക്സ് ആണ്, കോഴിക്കുഞ്ഞുങ്ങൾ, ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ. അത് അവർ പറഞ്ഞത് 4-5 ദിവസം ഈ ഒരു ചൂടത്ത് ഈ ഒരു പ്രകാശത്തിൻ്റെ അടിയിൽ അവരതിനെ ഇടുകയും അതിനുശേഷം മാത്രമാണ് പുറത്തേക്ക് മാറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇത് നമ്മുടെ എലിയാണ് കേട്ടോ, നമ്മുടെ വെള്ളെലി എന്നൊക്കെ പറഞ്ഞ പോലെ, പന്നിയെലി എന്നൊക്കെ പറഞ്ഞ പോലത്തെ എലികൾ. അതിൻ്റെ വേറൊരു ഭാഗമാണ്. അതൊക്കെ ഒരു ഗ്ലാസിൻ്റെ ഇതിനുള്ളിലാണ് ഇട്ടേക്കണം. ഇതെല്ലാവരും തളർന്ന് കിടക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ ഉച്ച സമയം ഏത് കാരണം ഉറങ്ങണമെന്നറിയാൻ പാടില്ല. ഇതൊരു പാമ്പായിരുന്നു, പൈത്തൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പാമ്പ്. പിന്നെ ആമേൻ്റെ വീട് കടൽ തീരത്താണ്. ഞാൻ ആമകളെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആമ നീന്തണതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടത് രസമായിട്ടാണ് ആമ നീന്തണത്. അതും വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്ലിയർ വെള്ളം. ഇതാണ് വേറൊരു തണലിൻ്റെ സ്ഥലം. ഇത് നമ്മളിനി കാണാൻ പോകുന്നത് ലവ് ബേർഡ്സ് പോലത്തെ പക്ഷികളാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള ഒരു തണലാണ് ഇപ്പോൾ കാണിച്ചേക്കണം. ഇത് മറ്റേ ഓന്ത് പോലത്തെ ജീവി, ഇതിനൊക്കെ പ്രത്യേക പേരുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ ഞാനത് വായിക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് കണ്ട, അത് എന്ത് രസമാണെന്ന് നോക്കി അത് നടക്കണതും. പല സ്ഥലങ്ങളിലും ഇതിനെ കൈ പിടിപ്പിക്കാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് പലതരത്തിലുള്ള ബേർഡ്സ്. ഇത് ഒരു മെഷീൻ്റെ ഉള്ളിലാണ് വളർത്തുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഫോക്കസ് ചെയ്ത് പിടിച്ചേക്കണതുകൊണ്ട് അത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് ആ ഒരു പക്ഷി കുഞ്ഞുങ്ങളെ കിട്ടുകയാണ് കണ്ടത്. ഇതാണ് അതിൻ്റെ കേജ്. ഈ കേജിൻ്റെ ഉള്ളിലായിട്ടാണ് ആ പക്ഷികൾ ജീവിക്കുന്നത്. അപ്പം ഞാനത് എൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഫോക്കസ് ചെയ്തപ്പോൾ കിട്ടിയ കാഴ്ചകളാണ്. എന്ത് രസമാണെന്ന് നോക്കി ആ തത്തയൊക്കെ കിടക്കണ കാണാനായിട്ട്. എല്ലാവർക്കും സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷികൾ അതിൻ്റെ ഇടയിൽ തല്ലുപിടിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, പറക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. നോക്കി എന്ത് രസമാണ്, വെറൈറ്റി, പല കളറിലുള്ള പല വെറൈറ്റി ഫിഷുകൾ.
അപ്പോൾ ദേ രണ്ട് പല കളറിലുള്ള പല വെറൈറ്റി പക്ഷികൾ, അങ്ങനെ പക്ഷികളങ്ങനെ ആ ഒരു ഭാഗമാണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. ഈ ഒരു പക്ഷികളുടെ ഭാഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. അവിടെ സെൽഫി എടുത്തതിന് ശേഷം ഒരു മയിലിൻ്റെ ആകൃതിയുള്ള ഒരു സംഭവമാണ്. ഇതാണ് ആ സെൽഫി പോയിൻ്റ് കണ്ടത്. ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ട്രീകളാണ്. ആ ട്രീകളുടെ മുമ്പിലത്തേണ്ട് അവിടെ ഒരു മയിലിൻ്റെ ഒരു ആകൃതി ഉള്ളത്. അവിടെ പോയി നമുക്ക് സെൽഫി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാൻ പോകുന്ന അവസാനത്തെ ഒരു പക്ഷിക്കൂടാണിത്. ഇതിനൊരു പ്രത്യേക പേര് ആവറിന്ന് അങ്ങനെ എന്താണ്ടാണ് പേര് കൊടുത്തതാണ്. ആവറിന്ന് വെച്ചാൽ പക്ഷിക്കൂടെന്നാണ് അർത്ഥം. നമ്മൾ കൈകൾ ഇവിടെ നന്നായിട്ട് കഴുകണം. കൈകൾ കഴുകിയതിന് ശേഷം കാലുകൾ കണ്ടതേ നടന്നു വരുമ്പോൾ തന്നെ കാല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെരുപ്പ് വെള്ളത്തിൽ മുട്ടും. എന്നിട്ട് ഈ ഒരു ഡോറിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കണം. ഈ ഡോറിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റ് ഒന്ന് കാണിക്കണം. ആ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ ആദ്യം കയറ്റിയിട്ട് പിന്നെ അവർ നമുക്ക് കുറച്ച് സീഡ്സ് തരും. അതിൻ്റെ എന്താണ് തീറ്റ. ആ തീറ്റ നമ്മൾ കൈ കൊണ്ട് കാണിച്ചാൽ മതി. പക്ഷികൾ നമ്മുടെ കയ്യിൽ വന്നിരുന്ന് തിന്നും എന്നാണ് അവർ പറയണത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിതേവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തൃച്ചി ബേഡ്സ് പാർക്കിൽ എനിക്ക് അതിൻ്റെ ഒരു അനുഭവം കൂടി കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ കയ്യിൽ തീറ്റയും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പക്ഷി പോലും വരണില്ല. ഒരാൾ വരാൻ തയ്യാറായി. അയാൾ വന്ന പൈപ്പിൻ്റെ മുകളിലിരുന്നു. ഞാൻ പതുക്കെ അത് അടുപ്പിച്ച് കാണിച്ചു. അയാൾ തിന്നു. പതുക്കെ എൻ്റെ കയ്യിലേക്ക് അയാൾ കയറിയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അടുത്ത ആൾ വന്നു. രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും വന്നു. രണ്ടാമത്തെ ആൾ എൻ്റെ കയ്യിൽ കയറിയിരുന്നു. അങ്ങനെ ഞാൻ കൈ പതുക്കെ ഉയർത്തിയാണ്. ഇനിയിപ്പോൾ കൈ ഉയർത്തി നമ്മുടെ സെൽഫി സ്റ്റൈലിൽ വന്നിട്ട് വീഡിയോയിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പക്ഷികൾ ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പുറകെ കുറച്ച് ആൾക്കാരും കൂടി വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർ വന്ന കാരണം ഇനി അവരുടെ മേലേക്കും പക്ഷികൾ പോയാണ്. അപ്പോൾ കണ്ട, ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. പക്ഷി കയ്യിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവ രണ്ട് പക്ഷികൾ എൻ്റെ കയ്യിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മൂന്നാമത്തെ ഒരു പക്ഷിയും കൂടി വന്നു. ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ ഇത് കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. അവർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി അവർ പതുക്കെ ഞാൻ ചെയ്യണത് പോലെ അവരും ചെയ്തുകൊണ്ടിരിക്കാൻ വേണം. ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് കയറുന്നത്. മീൻസ് ആ ഒരു സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പലരും ഈ ഒരു പക്ഷിക്കൂടി കയറാണ്ട് മുമ്പിൽ കൂടി പോയിരുന്നു. അവർക്ക് എങ്ങനെ കയറണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെന്നപ്പോൾ അവിടെ ഭാഗ്യത്തിന് ആ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ ഉള്ളിലേക്ക് കയറ്റി. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പെടുന്നതും പുറകെ ആൾക്കാർ വരുന്നതും. ഇത് വലിയൊരു ഏരിയയിലാണ് കേട്ടോ. ഈ ഒരു പക്ഷിക്കൂട് വരുന്നത് വലിയൊരു ഏരിയയിലാണ്. ഈ പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിങ്ങനെ നടന്നു പോകാം. ആ ഒരു നമ്മൾ അടിയിലേക്ക് നോക്കിയാൽ ഒരു ഇരുമ്പിൻ്റെ ഒരു ഫ്രെയിം പോലെ ഒരു വാക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാക്ക് വേയിലൂടെ നടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പക്ഷികൾ നമുക്ക് അങ്ങ് അറ്റം വരെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തീറ്റ ഉണ്ടെങ്കിൽ ഒരുപാട് പക്ഷികൾ നമ്മുടെ കൂടെ വന്നിരുന്നിട്ട് കഴിക്കും. നോക്കിയേ, ഇതൊക്കെ ആൾക്കാരാണ്. അവർ എന്താണ് കാമുകനും കാമുകിയും ഭർത്താവും ഭാര്യയും ഫാമിലിയായിട്ടൊക്കെ വന്നവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ ഒരു ഭാഗത്ത് അന്നുണ്ടായിരുന്ന ഒരു പയ്യൻ പുള്ളിയുടെ പുള്ളിയുടെ ഒരു റിവ്യൂ പറയാണ്. അധികം പുള്ളി പറഞ്ഞില്ലെങ്കിലും ചെറുതായിട്ട് പുള്ളി പറയാണ്. ഓക്കെ, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഭാര്യയും കൊണ്ടാണ് വന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ, நல்லா இருக்கு. Displays are good. Thank you. Little more. Elaborated. What all the things you have seen? What all the things? பறவைகள் நிறைய இருக்கின்றன, அழகாக இருக்கின்றன. அவ்வளோதான். അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാർ കേട്ടോ. ഇതിന് പുറകെ ഒരുപാട് ആൾക്കാർ. ഇതെനിക്ക് തോന്നുന്ന ഒരു വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. അതായത് ഒരു വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഉച്ചക്ക് ഇത്രയും ആൾക്കാർ അവിടെ ഈ ഒരു ബേഡ്സ് പാർക്കിൽ വന്നിരുന്നു. പിന്നെ ഈ ബേഡ്സ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ പക്ഷികളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് മൊത്തം നല്ല ഗ്രീനിഷാണ്. അതുപോലെ തന്നെ വലിയ വലിയ പാറകളുണ്ട്. ഈ പാറകൾക്കിടയിലൂടെ നമുക്ക് നടന്നു പോകാം. അതുപോലെ ഈജിപ്ഷ്യൻ പിരമിഡുകൾ അങ്ങനെ ഒരുപാട്. അതുപോലെ വലിയ ചീറ്റപ്പുലിയുടെ പ്രതിമ, അതുപോലെ ഈ കടലിൽ ജീവിക്കുന്ന വിവിധതരം മത്സ്യങ്ങളുടെ പ്രതിമകൾ, അതുപോലെ ജല്ലിക്കെട്ടിൻ്റെ ആ ഒരു കാളയുടെ രൂപം, അങ്ങനെ വെറൈറ്റി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണിത്. ഞാൻ പറഞ്ഞ ചീറ്റപ്പുലിയുടെ പ്രതിമയാണിത്. ഇതിൽ കൂടി നമുക്ക് നടന്നു പോകുമ്പോൾ കണ്ട പാറകളൊക്കെ ഉണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. അതുപോലെ തന്നെ ആ ഒരു സ്കൈ
ആ ബ്ലൂ സ്കൈയൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളിൽ. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതേ നമ്മൾ ആ പാറകൾക്കിടയിലൂടെ നടന്നുള്ളിലേക്ക് പോയാണ്. ഉള്ളിൽ നടക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തണലിന് വേണ്ടിയിട്ട് ഒരുപാട് തണലിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് മൊത്തം നെറ്റിട്ട് മറിച്ചേക്കണം. ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു ഫുട്ബോൾ ഇതില്ലേ അതുപോലത്തെ ഒരു ഗ്രൗണ്ട്, സാധാരണ നമ്മളിപ്പോൾ ചെറിയ ടർഫിൽ നമ്മൾ മൊത്തം നെറ്റിട്ട് കവർ ചെയ്യൂലേ, അതുപോലെ നെറ്റിട്ട് കവർ ചെയ്തേക്കാണ്. അതിനുള്ളിലാണ് ഈ പക്ഷികളെയൊക്കെ അവർ തുറന്നു വിട്ടേക്കണം. കുറേ പക്ഷികളെയൊക്കെ അവർ വീണ്ടും കൂട്ടിലാക്കിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പക്ഷികളെയൊക്കെ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഒരുമാതിരി സൈസായിട്ട് വളർന്നേക്കണ പക്ഷികളെയൊക്കെ അവർ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീറ്റയും കൊണ്ട് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പക്ഷികൾ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുകയും നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യും. ഇനി ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ പക്ഷികൾ, അതായത് ഇതിൻ്റെ തള്ളപ്പക്ഷികളൊക്കെ ഉണ്ട്, അതുങ്ങളൊക്കെ വന്ന് നമ്മുടെ കയ്യുമ്മേലിരിക്കും. അത് പാമ്പുകൾ, അതുപോലെ കൂണുകൾ, അങ്ങനെ വെറൈറ്റി നമ്മുടെ കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള വെറൈറ്റി പ്രതിമകളൊക്കെ ഈ ഒരു പക്ഷിക്കൂടിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയണം, വളരെ മനോഹരമാണ്. പശ്ചാത്തലം വളരെ ഗ്രീനിഷാണ്. ഒരുപാട് വൃക്ഷങ്ങൾ, അതുപോലെ അടിയിലെ പുൽത്തകിടി, അതിൻ്റെ ഇടയിലുള്ള ഓരോരോ വെറൈറ്റി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആയാലും ഒറിജിനൽ ഫ്ലവേഴ്സ് ആയാലും ഒക്കെ ഭയങ്കര രസകരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയും എന്തൊക്കെയോ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. കാരണം അവിടെ ഒരു കടലിൻ്റെ ആകൃതിയിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്തുകൊണ്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ ജെല്ലിക്കെട്ട്, അതുപോലെ നേരത്തെ കണ്ടത് കുതിരവണ്ടിയുടെ ഭാഗങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ വലിയൊരു എന്തുകൊണ്ടാണ് ഒരു വ്യൂ ടവർ കണ്ടതേ, ഈ ടവർ പോലത്തെ ഒരു സംഭവം അതവിടെ ഉണ്ട്. അവിടെ ഒരു വലിയൊരു പക്ഷിയുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബസിൻ്റെ ആകൃതിയിലുള്ള ഭാഗങ്ങൾ കണ്ടത്. ഇത് നേരത്തെ കണ്ട ആ ഒരു എക്സോട്ടിക് ബേർഡിൻ്റെ ഒരു വലിയ രൂപമാണ്, വലിയൊരു പക്ഷിയാണിത്. ഇത് നമ്മുടെ കയ്യമ്മേലൊക്കെ വന്നിരിക്കട്ടെ. അത് ക്യാമറമേലോട്ട് നോക്കി എന്ത് രസമാണെന്ന് നോക്കി. അതിൻ്റെ വലിയൊരു കൊക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നമ്മളെ ആക്രമിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മളതിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുമെങ്കിലും നമ്മൾ ആക്രമിക്കുന്നൊന്നുമില്ല. നമുക്ക് അവർ സീഡ് തരും. ആ സീഡ് തന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തരുമ്പോൾ അത് യൂഷ്വലി നമ്മളവിടെ കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കയറും. കയ്യിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കതിനെ പൊക്കിയെടുക്കാം. നോക്കി എൻ്റെ കയ്യമ്മേൽ വന്നിരിക്കണം. നോക്കിയാൽ ഇത് തന്നെ നമ്മുടെ കയ്യമ്മേലേക്കും തലമ്മേലോട്ടൊക്കെ പോകട്ടെ. എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളത് കാരണമാണെന്നാണ് അതിന് പേടിയായിട്ട് അതിൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് മറഞ്ഞ് നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കര മനോഹരമാണ്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായും ഇനിയിപ്പോൾ എൻ്റെ ഫാമിലിയും കൊണ്ട് പോകണം. അവർക്കൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആവും. തൃച്ചി ബേർഡ്സ് പാർക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് കളയാണ്ട് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. കാരണം ഈ അവസാനത്തെ പക്ഷിക്കൂടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ സാധാരണ ഒരു ഇൻഡിവിജ്വലിന് 200 രൂപയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റേറ്റ് കുറവാണ്, 150 രൂപ അങ്ങനത്തെ റേറ്റ് കുറവിലാണ് തരുന്നത്. അപ്പോൾ ഭയങ്കര രസകരമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു പക്ഷിക്കൂടും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയാൻ നേരത്ത് നമുക്കവിടെ ഗെയിം സോണുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പിരമിഡ്, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ പ്രതിമകൾ ഒക്കെ ഉണ്ട്. ഇനി അവിടെ ഞാൻ നേരത്തെ കണ്ട ഇതാണ് ഈജിപ്ഷ്യൻ പ്രതിമ. അതിൻ്റെ പുറകിൽ കണ്ട ഒരു മീൻ പൊന്തി വരുന്നൊരു ഭാഗമൊക്കെ അവിടെ എന്തോ ഒരു കടലിൻ്റെ ഒരു സംഭവം കൂടി വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ടത്, ഈവൻ തമിഴ്നാട് ഇത്രയും ചൂടാണെങ്കിൽ കൂടി അവരതിൻ്റെ ലാൻഡ്സ്കേപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പതുക്കെ ആ ഒരു വലിയ പക്ഷിക്കൂടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാണ് ആ പക്ഷിക്കൂടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, പാർക്ക് പോലെ. അതുപോലെ തന്നെ VR ഉണ്ട്, അതുപോലെ 7D ഉണ്ട്, അതുപോലെ നമുക്ക് മസാജിങ് പ്ലേസ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയ ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു ഹാഫ് ഡേ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ തൃച്ചി ബേർഡ്സ് പാർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, താങ്ക് യു.